അപ്പോൾ നമ്മുടെ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ നമ്മളൊരു 20 മിനിറ്റ്സിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക. സോ ആദ്യം നമുക്ക് റെസ്പിറേഷനെ കുറിച്ചാണ് പറയണത് അല്ലേ. അപ്പോൾ റെസ്പിറേഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊരു റെസ്പിറേറ്ററി സിസ്റ്റം വേണം. അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ഈ നോസ്ട്രൽസിൽ തുടങ്ങി, പിന്നെ നെയ്സൽ ചേംബർ അല്ലെങ്കിൽ നാസാഗഹ്വരം, പിന്നെ നമ്മുടെ ട്രക്കിയ അല്ലെങ്കിൽ വിൻ പൈപ്പ്, അതിങ്ങനെ 2 ബ്രാഞ്ച് ആയിട്ട് പോകുന്ന നമ്മുടെ ബ്രോങ്കൈ അല്ലെങ്കിൽ ശ്വസനി, അതിൻ്റെ ശാഖകളാണ് നമ്മുടെ ബ്രോങ്കിയോൾസ് അല്ലെങ്കിൽ ശ്വസനിക. ഇത് ചെന്ന് എത്തുന്നത് നമ്മുടെ ആൽവിയോളയിലാണ്. നമ്മുടെ ആൽവിയോളൈ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള വായു അറകളാണ്. അതിനകത്താണ് നമ്മുടെ എയർ ഫൈനലി എത്തുക. അപ്പോൾ നമ്മുടെ ആൽവിയോളൈ വീർക്കുന്നു, എയർ പോയാൽ ചുരുങ്ങുന്നു. ആൻഡ് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ആൽവിയോളയിലുള്ള ഓക്സിജൻ നമ്മുടെ ബ്ലഡ് വെസൽസിലേക്ക് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ആൽവിയോളൈന് ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ്. ഓക്കെ, അതായത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആദ്യമായിട്ട് നടക്കുന്നത് നമ്മുടെ ആൽവിയോളയിലാണ്. പിന്നെ നമ്മുടെ ലങ്സിനെ നോക്കുകയാണെങ്കിൽ ലങ്സിന് 2 ലെയറിൻ്റെ കവറിങ് ഉണ്ട്. അതാണ് പ്ലൂറ. ഒരു ഔട്ടർ പ്ലൂറ ഉണ്ട്, ഇന്നർ പ്ലൂറ ഉണ്ട്. പിന്നെ നമ്മുടെ ലങ്സ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയത്തിലാണ്. അപ്പം നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ തൊറാസിക് ക്യാവിറ്റി എന്നും അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്ന ഒരാളാണ് ഈ ഡോം ഷേപ്പിലുള്ള ഡയഫ്രം. അത് മാത്രമല്ല നമ്മുടെ ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഡയഫ്രം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇത് പഠിക്കാൻ നമ്മളൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാസ എവിടെ പോവാണ്? നമ്മുടെ നാസയിലേക്ക് പോവാണ് ട്രാക്ക് പാൻറ് ഇട്ടിട്ട്. അപ്പോൾ ബ്രോനെയും ബ്രോൻ്റെ ഓളയും കൂട്ടി അവിടെ പോയപ്പം ആൽമരം കണ്ടു. സോ നോസ്ട്രൽ, നേസൽ ചേംബർ, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾ, ആൽവിയോളൈ. പിന്നെ എന്താണ് വെന്റിലേഷൻ? വെന്റിലേഷൻ അല്ലെ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. പുറമേ ഉള്ള എയർ ഉള്ളിലേക്ക് എടുത്ത് ഉള്ളിലുള്ള എയർ പുറത്തേക്ക് കളയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെന്റിലേഷൻ അല്ലെ ബ്രീത്തിങ് എന്ന് പറയാം. അതിൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസം, എക്സ്പൈറേഷൻ അല്ലെങ്കിൽ നമ്മുടെ നിശ്വാസം, ഈ 2 പ്രോസസ്സുകളാണുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ എയർ കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഈ ഡയഫ്രത്തിനും അതേപോലെ തന്നെ റിബ്സിൻ്റെ ഇടയിൽ ഇവിടെയുള്ള മസിൽസ്, അതാണ് ഇന്റർകോസ്റ്റൽ മസിൽസ്, ഇതിനും കുറച്ച് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അതായത് ഡയഫ്രവും റിബ്സിൻ്റെ ഇടയിൽ കാണുന്ന ഇന്റർകോസ്റ്റൽ മസിൽസും കോൺട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ സങ്കോചിക്കും. അങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഡയഫ്രം താഴുന്നു, റിബ്സ് ഉയരുന്നു. അപ്പോൾ അവിടെ കുറച്ച് സ്പേസ് കിട്ടി. അതായത് വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ ഉള്ളിലേക്ക്. ഇനി നമ്മൾ എക്സ്പയർ ചെയ്യുമ്പോഴോ ഡയഫ്രം നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. അതേപോലെ തന്നെ നമ്മൾ ഇന്റർകോസ്റ്റൽ മസിൽസ് സങ്കോചിക്കുമ്പോൾ റിബ്സും താഴും. അപ്പോൾ അവിടെ പ്രഷർ കൂടും, കാരണം വോളിയം കുറഞ്ഞതുകൊണ്ട്. അപ്പോൾ എയർ പുറത്തേക്ക് പോകും. ഇതാണ് നമ്മുടെ ആ ഒരു മെക്കാനിസം. അപ്പോൾ ഇതിനെ സഹായിക്കുന്ന 2 ആൾക്കാരാണ്. ഒന്ന് ഇന്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രം. ഇവരുടെ കോൺട്രാക്ഷന്റെ സമയത്താണ് വോളിയം കൂടുന്നതും പ്രഷർ കുറയുന്നതും എയർ ഉള്ളിലേക്ക് വരുന്നതും. ഇവർ റിലാക്സ് ചെയ്യുമ്പോഴാണ് വോളിയം കുറഞ്ഞ് പ്രഷർ കൂടി എയർ പുറത്തു പോകുന്നത്. ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ എയർ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? നമ്മുടെ ആൽവിയോളയിലുണ്ട്. അപ്പോൾ ആൽവിയോളയിൽ നിന്ന് ഇനി ബ്ലഡിലേക്ക് നമ്മുടെ എക്സ്ചേഞ്ച് നടക്കണം. അപ്പോൾ അതിനെന്താ, ഇവിടെ നമ്മുടെ നിറയെ ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ എന്ത് ചെയ്യുകയാണ്? ഡിഫ്യൂഷൻ വഴിയാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ലെയർ വളരെ തിന്നാണെങ്കിൽ മാത്രമേ ഗ്യാസസിന് ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ തിന്നായിട്ടുള്ള ഒരു ലെയർ ഓഫ് സെൽസ് ആണുള്ളത്. ബ്ലഡ് കാപ്പിലറിക്കും ഒരു തിന്നായിട്ടുള്ള ലെയർ ആണുള്ളത്. ഇതിനിടയിൽ ഒരു കുഞ്ഞ് സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്യാസസിന് ഈസി ആയിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല ഇവിടെ ഈർപ്പവും കൂടെ ഉള്ളതുകൊണ്ട് ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് നടക്കും. അങ്ങനെ ഡിഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഓക്സിജനിൽ ഇപ്പോൾ എവിടെയുണ്ട്? ഓക്സിജൻ നമ്മുടെ ബ്ലഡിലുണ്ട്. ഈ ഓക്സിജനെ നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യണം? ടിഷ്യൂസിൻ്റെ അടുത്തേക്ക് എത്തിക്കണം അല്ലേ. ടിഷ്യൂസിൻ്റെ അടുത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് നടക്കണം. ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന ഒരാളാണ് നമ്മുടെ RBCൻ്റെ അകത്തുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഈ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അത് മാത്രമല്ല നമ്മൾ ഒരു RBC നോക്കുകയാണെങ്കിൽ അല്ലേ, ഒരു RBCൻ്റെ അകത്ത് ഏകദേശം 270 മില്യൺ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ആണുള്ളത്. അതിന് ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജനെയും 4 കാർബൺ ഡൈ ഓക്സൈഡിനെയും കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ഒരു എമൗണ്ട് നോട്ട് ചെയ്ത് വെക്കാം മക്കളെ. ഫീമെയിൽസിൽ 12 to 16 ഗ്രാം ആണ്. അതുപോലെ മെയിൽസിലാണെങ്കിൽ 14 to 18 ഗ്രാംസ് ആണ് ഹീമോഗ്ലോബിൻ്റെ അളവ്. ഈ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവും. ഇനി ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രീതി, നമ്മുടെ ഓക്സിജൻ്റെ 97% ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ടാണ് പോവുക. 3% പ്ലാസ്മയിൽ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്ലാസ്മയിൽ അലിഞ്ഞു ചേരും. ഓക്കെ, അങ്ങനെ നമ്മുടെ ടിഷ്യൂസിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ഡിവോഴ്സ് ആകും, ഓക്സിജനും ഹീമോഗ്ലോബിനും ആയിട്ട് മാറും. ഈ ഓക്സിജൻ ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് പോകും, അവിടെ നിന്ന് നമ്മുടെ സെൽസിലേക്ക് കയറാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇവിടെ എത്തിയ ഓക്സിജൻ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പഠിക്കാം. ആൻഡ് അതേസമയം ഓക്സിജൻ ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നുണ്ട്.
ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളയിൽ എത്തിച്ചാലേ അതിന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന് എങ്ങനെയാണ് ബ്ലഡ് കൊണ്ടുപോകുന്നത്? ഇവിടെ 70% കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളവുമായിട്ട് കൂടിച്ചേർന്ന് ബൈകാർബണേറ്റ് എന്ന രൂപത്തിലാണ് പോവുക. ആൻഡ് 23% കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനും കൂടി ചേർന്ന് അമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടാണ് പോവുക. 7% പ്ലാസ്മ ആയിട്ടാണ് പോവുക. ഈ 3 ടൈപ്പ് ട്രാൻസ്പോർട്ട് ആലോചിച്ച് വെക്കണം കേട്ടോ. ഇനി നമ്മുടെ ടിഷ്യൂസിൽ എത്തിയ നമ്മുടെ ഓക്സിജന് എന്താണ് സംഭവിച്ചത്? ഓക്സിജൻ വരുന്ന അതേ കൂടെ തന്നെ ന്യൂട്രിയൻസും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഗ്ലൂക്കോസിനെ കോശങ്ങളുടെ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ പൊട്ടിച്ച് പൈറുവിക് ആസിഡ് ആക്കി മാറ്റും. ഇതാണ് സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം. ദാറ്റ് ഈസ് ഗ്ലൈക്കോലൈസിസ്. ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ. ഗ്ലൈക്കോ എന്ന് പറഞ്ഞ ടേം എന്താ? ഗ്ലൂക്കോസുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവിക് ആസിഡ് ആക്കി മാറ്റുമ്പോൾ 2 ATP കിട്ടും. ഗ്ലൈക്കോലൈസിസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഓക്സിജൻ വേണ്ട. രണ്ടാമതായിട്ട് ഈ പൈറുവിക് ആസിഡിനെ നമ്മൾ മൈറ്റോകോൺട്രിയന്റെ അകത്തേക്ക് പറഞ്ഞേക്കും. ഇവിടെയാണ് നമ്മുടെ ഓക്സിജന്റെ ആവശ്യം നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിജന്റെ പ്രസൻസിൽ പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് 28 ATP കിട്ടുന്നു. ഓക്കെ, ഈ പ്രോസസ്സ് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ക്രെബ്സ് സൈക്കിൾ. വലുതായി പോയോ? ക്രെബ്സ് സൈക്കിൾ. ഓക്കെ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ നമുക്ക് എത്ര എമൗണ്ട് എനർജി കിട്ടി? 30 ATP കിട്ടി. 2 ATP ഗ്ലൈക്കോലൈസിസിലും 28 ATP ക്രെബ്സ് സൈക്കിളിലും. ഓക്കെ, ഇനി നമ്മൾ റെസ്പിറേഷൻ ഇൻ അതർ ഓർഗാനിസം എന്ന് പറയുമ്പോൾ അമീബയിൽ സെൽ മെംബ്രെയിൻ വഴിയാണ് ഗ്യാഷ്യസിന്റെ എക്സ്ചേഞ്ച്. ആൻഡ് നമ്മുടെ എർത്ത് വോമിൽ നോക്കുകയാണെങ്കിൽ അവരുടെ സ്കിന്നിലൂടെയാണ്. ഫിഷസിലാണെങ്കിൽ ഗിൽസിലൂടെയാണ്. പ്ലാന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റൊമാറ്റോ വഴിയാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ലീഫിൽ നടക്കാം. സ്റ്റെമ്മിലാണെങ്കിൽ ലെന്റിസെൽസ് എന്ന് പറയുന്ന സ്മോൾ ഓപ്പണിംഗ് ഉണ്ട്. റൂട്ടിലാണെങ്കിൽ നമ്മുടെ റൂട്ടും സോയിലുള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. പിന്നെ നമ്മുടെ പ്ലാന്റ്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് എപ്പോഴാണ് നടക്കുക? ഡേ ടൈമിലാണ് സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് അവർ ഫോട്ടോസിന്തസിസ് നടത്തും. അതേസമയം പ്ലാന്റ്സും റെസ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓക്സിജൻ കുറച്ച് അവർ ശ്വസിക്കാനും എടുക്കും. ശ്വസിച്ചതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവർ ഫോട്ടോസിന്തസിസിനും എടുക്കും. അതായത് ഡേ ടൈമിൽ ഓക്സിജൻ അവർ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ എടുക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് അവർ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വിടുന്നു. ഓക്കെ, ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് റെസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബാലൻസിൽ അങ്ങ് പോയിക്കോളും. പക്ഷേ നൈറ്റ് ടൈമിൽ അവസ്ഥ അതല്ല. നൈറ്റിൽ എന്തില്ല? സൂര്യനില്ല, ഫോട്ടോസിന്തസിസ് ഇല്ല. അപ്പോൾ അവിടെ റെസ്പിറേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ സ്റ്റൊമാറ്റോ ക്ലോസ് ആയതുകൊണ്ട് അവർ ഡിഫ്യൂഷൻ വഴിയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുക. ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടും. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എലിമിനേഷൻ ആണ് നൈറ്റിൽ മെയിൻ ആയിട്ട് നടക്കുക. പക്ഷേ ഡേ ടൈമിൽ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ ആണ് പുറത്തേക്ക് കൂടുതലായിട്ട് വിടുക. കാരണം ആ സമയത്ത് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ എയ്റോബിക് റെസ്പിറേഷനും എനൈറോബിക് റെസ്പിറേഷനും ഓക്സിജന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ എയർ എലിമിനേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ റെസ്പയർ ചെയ്യാണ്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എയ്റോബിക് റെസ്പിറേഷൻ. അവിടെ ഓക്സിജൻ ഉപയോഗിക്കുന്നു. നമ്മുടെ കാര്യത്തിൽ ക്രെബ്സ് സൈക്കിളിൽ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്സിജൻ വേണ്ടാത്തതാണ് എനൈറോബിക്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 2 മൈക്രോ ഓർഗാനിസം ബാക്ടീരിയനെയും ഈസ്റ്റിനെയും തന്നിട്ടുണ്ട്. 2 പേരുടെ കാര്യത്തിൽ ഇപ്പോൾ ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണ് നമ്മുടെ പാലിനെ പുളിപ്പിച്ച് തൈരാക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെ ആദ്യം ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവിക് ആസിഡ് ആക്കും. ഇത് നമ്മുടെ നോർമൽ ഗ്ലൈക്കോലൈസിസ് സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കുന്നത്. ആ സമയത്ത് 2 ATP ഉണ്ടാവുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പൈറുവിക് ആസിഡിനെ കുറച്ച് കഴിയുമ്പോൾ എന്താക്കി മാറ്റും? ലാക്ടിക് ആസിഡ് ആക്കി മാറ്റും. ഈ ലാക്ടിക് ആസിഡാണ് നമ്മുടെ പാലിനെ പുളിപ്പിച്ച് തൈരാക്കുന്നത്. പിന്നെ നമ്മുടെ ഈസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ദോശയും അപ്പോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കുമിളകൾ ഉണ്ടാവുന്നില്ലേ? സോഫ്റ്റ് ആവുന്നില്ലേ? അതിന് കാരണം ഈ ഗ്ലൂക്കോസിനെ ആദ്യം പൈറുവിക് ആസിഡ് ആക്കി മാറ്റും. ദാറ്റ് ഈസ് ഗ്ലൈക്കോലൈസിസ്. 2 ATP ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം പൈറുവിക് ആസിഡിനെ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റും. അതാണ് നമ്മുടെ അപ്പവും അതുപോലെ തന്നെ നമ്മുടെ ദോശ ഇഡ്ഡലിയൊക്കെ സോഫ്റ്റ് ആവാനും അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഹോൾസ് വരാനും കാരണം. ഇനി നമ്മുടെ എക്സ്ക്രീഷനിലേക്ക് നോക്കുമ്പോൾ എന്താണ് എക്സ്ക്രീഷൻ? നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ കുറേ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മുടെ ബോഡിയിൽ ഒരു അളവിൽ കൂടുതലായാൽ അത് നമ്മുടെ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതിനെ ബാധിക്കും. അതിന് നമ്മൾ റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ നമ്മുടെ മെറ്റബോളിസം നടന്നു കഴിഞ്ഞാൽ, പ്രോട്ടീൻ മെറ്റബോളിസം നടന്നു കഴിഞ്ഞാൽ കുറേ നൈട്രോജനസ് പ്രോഡക്ട്സ് ഉണ്ടാവും. അതായത് പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്ത അമിനോ ആസിഡ് ഉണ്ടാവും. അമിനോ ആസിഡിനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്താൽ കുറേ നൈട്രജൻ അടങ്ങിയ കോമ്പൗണ്ട്സ് ഉണ്ടാവും. അതിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ അമോണിയ. അപ്പോൾ ഈ അമോണിയനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിൽ വെക്കുന്ന ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അമോണിയനെ നേരെ ലിവർ കരളിലേക്ക് പറഞ്ഞേക്കും. അവിടെ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വെള്ളത്തിൻ്റെയും എൻസൈംസിൻ്റെ ഒക്കെ കൂടി ചേർത്ത് നമ്മൾ അതിനെ യൂറിയ ആക്കി മാറ്റും. എവിടെ വെച്ച്? കരളിൽ വെച്ച്. ആ
യൂറിയനെ നമ്മൾ കിഡ്നിയിലേക്ക് പറഞ്ഞേക്കും. എന്നിട്ട് കിഡ്നി എന്ത് ചെയ്യും? യൂറിയനെ റിമൂവ് ചെയ്യും. അപ്പം നമ്മുടെ ശരീരത്തിൽ കിഡ്നി എന്താ ചെയ്യുന്നത്? വാട്ടറും സോൾട്ടും എല്ലാം നമ്മുടെ യൂറിനിലൂടെ കളയുന്നുണ്ട്. ആൻഡ് ലിവർ എന്താ ചെയ്യുന്നത്? യൂറിയ നിർമ്മിക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലൂടെ നമ്മൾ വേർക്കുമ്പം നമ്മുടെ സോൾട്ടും വാട്ടറും ഒക്കെയാണ് പോകുന്നത്. പിന്നെ ലങ്സ് എന്ത് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെയർ ഓഫ് കിഡ്നി ഉണ്ട്. പിന്നെ കിഡ്നിയിൽ നിന്ന് വരുന്ന മൂത്രവാഹി അല്ലെങ്കിൽ യുറീറ്റർ, പിന്നെ മൂത്രാശയം അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ, പിന്നെ യുറീത്ര അല്ലെങ്കിൽ മൂത്രനാളം, ഇത്രയുണ്ട്. കിഡ്നിയുടെ സെക്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പയർമണിയുടെ ആകൃതിയാണല്ലേ. ഇതിലൊരു ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ലയും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കോർട്ടെക്സ് അതൊരു ലൈറ്റ് കളേർഡ് പാർട്ടാണ്, മെഡുല്ല കുറച്ചുകൂടി ഡാർക്കാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് കളേർഡ് പോർഷൻ എന്താ, ഈ ഒരു കിഡ്നീൻ്റെ ഈ ഒരു പോർഷനെയാണ് നമ്മൾ പെൽവിസ് എന്ന് പറയാം. ഈ പെൽവിസിലേക്കാണ് യൂറിൻ ഒക്കെ കളക്ട് ചെയ്ത് കളക്ടിങ് ഡക്ട് ഒക്കെ വരിക. ആൻഡ് അത് മാത്രമല്ല, ഇവിടെ നിന്നാണ് നമ്മുടെ യുറീറ്റർ ഒറിജിനേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു യുറീറ്ററിനെയും നമ്മുടെ കളക്ടിങ് ഡക്റ്റിനെയൊക്കെ ജോയിൻ ചെയ്യിക്കുന്ന ആ ഒരു കോമൺ പാർട്ടാണ് പെൽവിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാ നമ്മുടെ കിഡ്നി, പിന്നെ ഇതാ കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആളാണ് റീനൽ ആർട്ടറി, റെഡ് കളർ. കിഡ്നിയിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആളാണ് റീനൽ വെയിൻ എന്ന് പറയുന്ന വിർക്ക സിര. പിന്നെ പെൽവിസ്, യൂറീറ്റർ, യൂറിനറി ബ്ലാഡർ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ കിഡ്നിയുടെ ഫിൽറ്ററിങ് യൂണിറ്റ്, നമുക്ക് ഓരോ കിഡ്നിയിലുമായിട്ട് നമുക്ക് എത്രയുണ്ട്? ഏകദേശം 12 lakh നെഫ്രോൺസ് ആണ് ഓരോ കിഡ്നിയിലുള്ളത്. ഈ നെഫ്രോൺസ് ആണ് നമ്മുടെ കിഡ്നിയുടെ ഫിൽറ്ററിങ് യൂണിറ്റ്സ്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? ആദ്യം ഇവിടെ ഒരു കപ്പ് ഷേപ്പ് കണ്ടോ, ഒരു കപ്പ് പോലെയുള്ള ബൊമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്. ഈ കപ്പിൻ്റെ അകത്തേക്ക് നമുക്ക് ഇങ്ങനെ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് കാണാം. അതിനെ ഗ്ലോമറുലസ് എന്നാണ് പറയുക. അപ്പോൾ എങ്ങനെയാണ് ഈ കാപ്പിലറീസ് ഫോം ചെയ്തത്? ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് എഫറന്റ് വെസൽ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ആർട്ടറി ഇതാ ഒരു ബ്രാഞ്ച് എഫറന്റ് വെസൽ, അതുകൊണ്ട് ഇവിടെ കാപ്പിലറീസ് ആയിട്ട് മാറും. എന്നിട്ട് അത് തിരിച്ചു പോകുന്നത് ഇഫറന്റ്. അപ്പോൾ എറൈവ് എഫറന്റ്, പുറത്തേക്ക് പോകുന്നത് എക്സിറ്റ് ഇഫറന്റ്. നിങ്ങൾക്ക് ഇവിടെ ലേബൽ ചെയ്ത് കാണാം. എഫറന്റ് വെസൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നു, നമ്മുടെ റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ്. അത് ഇവിടെ ഗ്ലോമറുലസ് ആയിട്ട് ഫോം ചെയ്തതിന് ശേഷം പുറത്തേക്ക് പോകുന്നു ഇഫറന്റ് വെസൽ. അതിനുശേഷം നിങ്ങൾ കാണുന്ന ഈ ഒരു ട്യൂബ്, ബ്രൊമാൻസ് ക്യാപ്സ്യൂളിന് ശേഷമുള്ള ഈ ട്യൂബാണ് റീനൽ ട്യൂബ്യൂൾ അല്ലെങ്കിൽ വൃക്കാനളിക. അതിനുശേഷം ഈ സാധനമാണ് നമ്മുടെ കളക്ടിങ് ഡക്ട്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ ചോദിക്കും കേട്ടോ, ഇത് ഓരോന്നും എന്താണെന്ന്. അപ്പം ഈ ഒരു കപ്പ് പോലെയുള്ളതാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ, ഈ നെറ്റ്വർക്ക് പോലെയുള്ളതാണ് നമ്മുടെ ഗ്ലോമറുലസ്, ഇതാണ് നമ്മുടെ വൃക്കാനളിക അല്ലെ റീനൽ ട്യൂബ്യൂള്, ഇതാണ് നമ്മുടെ കളക്ടിങ് ഡക്ട്. ഓക്കെ, അപ്പോൾ ഈ ആൾക്കാരെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. യൂറിൻ ഫോർമേഷന് 3 സ്റ്റെപ്പുകളാണ്. ഒന്ന് സൂക്ഷ്മ അരിക്കൽ അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേഷൻ, രണ്ടാമത്തെ റീ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ പുനരാഗിരണം, മൂന്നാമത്തെ സെക്രീഷൻ അല്ലെങ്കിൽ ശ്രവണം. അതായത് ആദ്യം നമ്മുടെ എഫറന്റ് വെസൽ വഴി രക്തം ഇങ്ങോട്ടേക്ക് വരും. ആൻഡ് ഇത് ഇഫറന്റ് വെസൽ വഴിയാണ് പുറത്തു പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഇത് കുറച്ച് വീതി കൂടിയതും ഇത് കുറച്ച് വീതി കുറഞ്ഞതുമാണ് അല്ലേ. അപ്പോൾ ഇതിലൂടെ ബ്ലഡ് വന്ന് ഇവിടെ എത്തുമ്പോൾ എന്താണ്? പ്രഷർ കൂടും. ആ പ്രഷറിൽ നമ്മുടെ ബ്ലഡിന് ഫിൽട്രേഷൻ നടക്കും. വലിയ വലിയ പ്രോട്ടീൻസും പ്ലാസ്മ പ്രോട്ടീൻസും രക്തകോശങ്ങൾ ബ്ലഡ് സെൽസ് ഒഴികെ അവർക്കൊന്നും ഇങ്ങോട്ടേക്ക് വീഴാൻ വേണ്ടി പറ്റില്ല. കാരണം കാപ്പിലറീസിന് തിൻ പോർസ് ആണുള്ളത്. കുഞ്ഞു കുഞ്ഞു സുഷിരത്തിലൂടെ വലിയ വലിയ പ്രോട്ടീൻസിന് ഇളകി വരാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഫ്ലൂയിഡ് പ്ലാസ്മ മാത്രം ഇങ്ങോട്ടേക്ക് ഒഴുകി വരും. ഈ പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട് മക്കളെ? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, വാട്ടർ, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, വൈറ്റമിൻസ്, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എല്ലാം ഉണ്ട്. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് കഴിച്ച നമ്മുടെ ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് മുഴുവൻ ഈ ഫ്ലൂയിഡിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്ലോമറുലസിൽ വെച്ച് ഫിൽട്രേഷൻ നടന്നിട്ടുണ്ടാവുന്ന ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയാം? ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയാം. ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേറ്റ് എന്ന് പറയും. ഗ്ലോമറുലസിൽ വെച്ചിട്ടുണ്ടാവുന്ന ഫിൽട്രേറ്റ് ആണ്. അപ്പം ഈ ഫിൽട്രേറ്റിലെ എല്ലാ സാധനങ്ങളും ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ഇതൊന്നും നമുക്ക് കളയാൻ പറ്റില്ല, ഇതൊക്കെ അത്യാവശ്യമുള്ളതാണ്. അപ്പം നമ്മുടെ ഈ റീനൽ ട്യൂബ്യൂളിൽ വെച്ച് ഈ സാധനങ്ങളൊക്കെ കണ്ടോ നമ്മൾ തിരികെ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യും. ഇത് ബ്ലഡാണ്, ഇഫറന്റ് വെസലിൽ നിന്ന് വരുന്ന ബ്ലഡ് വെസലാണിത്. ഓക്കെ, അപ്പം നമ്മുടെ വേണ്ട ന്യൂട്രിയൻസിനൊക്കെ നമ്മൾ തിരികെ പുനരാഗിരണം ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് അല്ലെ റീഅബ്സോർപ്ഷൻ. അതേസമയം തന്നെ ബ്ലഡിൻ്റെ അകത്ത് കുറച്ച് വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടാവും, അത് തിരികെ നമ്മൾ ട്യൂബിലേക്ക് കൊടുക്കും. വൃക്കാനളിക അല്ലെങ്കിൽ റീനൽ ട്യൂബ്യൂളിലേക്ക് നമ്മൾ കൊടുക്കും. അതാണ് സെക്രീഷൻ അല്ലെങ്കിൽ ശ്രവണം. അങ്ങനെ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് അവസാനം യൂറിൻ ഫോം ചെയ്യുമ്പം അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഗ്ലൂക്കോസ് കാണാൻ പറ്റില്ല, അമിനോ ആസിഡ് കാണാൻ പറ്റില്ല, വൈറ്റമിൻസ് കാണാൻ പറ്റില്ല. അത്യാവശ്യം മിനറൽസും റീഅബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. വെള്ളത്തിൻ്റെ എമൗണ്ട് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് റീഅബ്സോർബ് ചെയ്യുക. കുറേ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് യൂറിനിലൂടെ പോയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂറിൻ മഞ്ഞ കളറായിരിക്കും. കാരണം വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ വാട്ടർ, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽഷ്യം സോൾട്ട്, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എല്ലാ സാധനങ്ങളും നമ്മൾ യൂറിനിലൂടെ എന്ത് ചെയ്യുന്നത്? കളക്ടിങ് ഡക്ട് ത്രൂ കളയും.
അപ്പോൾ ഇതാണ് നമ്മുടെ യൂറിനേഷൻ്റെ 3 സ്റ്റെപ്സ്. ആലോചിച്ച് വെക്കുക, ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിച്ചാലാണ് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, വെള്ളത്തിനോട് മിക്സ് ചെയ്ത് കളയാം. അതാണ് നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ യൂറിൻ്റെ കളർ ലൈറ്റ് കളറായിരിക്കും. ഓക്കെ, പക്ഷെ വെള്ളം കുടിക്കാത്ത സമയത്ത് നമ്മുടെ യൂറിൻ കട്ട മഞ്ഞയായിരിക്കും. അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ല, യൂറിയ മാത്രമാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതത്ര നല്ല സൈൻ അല്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ട്രാക്ട് ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യത കൂട്ടും. അത് മാത്രമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ചില മക്കളൊക്കെ സ്കൂളിൽ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വീട്ടിൽ വന്നാലേ മൂത്രം ഒഴിക്കുള്ളൂ. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മുടെ യൂറിനറി ട്രാക്റ്റിലും ഈ ഒരു യൂറിനറി ബ്ലാഡറിലൊക്കെ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഈ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്ടീരിയയും വാഷ് ഔട്ട് ആവും, ഒഴുകിപ്പോകും. പക്ഷെ നമ്മൾ മൂത്രം ഒഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ കെട്ടിക്കിടന്ന് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടൈംലി യൂറിനേഷനും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതും നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യമാണ്. പിന്നെ കുറച്ച് അസുഖങ്ങൾ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂറിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് കാണാം. കിഡ്നി ഡിസീസസ് ഉണ്ടെങ്കിൽ ആൽബുമിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കിഡ്നി ഡിസീസ് ഉണ്ട്. ബ്ലഡ് ഉണ്ടെങ്കിൽ അതിനർത്ഥം കിഡ്നി ഡിസീസ് ഉണ്ട്. ബിലിറൂബിൻ ഉണ്ടെങ്കിൽ നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ട്. കാൽഷ്യം ഓക്സൽ ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ യൂറിനിൽ സ്റ്റോൺ വരാൻ ചാൻസ് ഉണ്ട്. പസൽസ് അല്ലെങ്കിൽ പഴുപ്പ് കോശങ്ങൾ ഉണ്ടെങ്കിൽ കിഡ്നിക്ക് എന്തോ ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തന്നിട്ട് എന്തുണ്ടാവുമ്പോഴാണ് ഇതിൻ്റെ പ്രസൻസ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതാ നമ്മുടെ യൂറിൻ ഡിറ്റക്ട് ചെയ്യാൻ, യൂറിനിൽ ഗ്ലൂക്കോസ് ഉണ്ടോ ഡയബറ്റീസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. 2 ml ബെനഡിക്ട് റിയേജന്റ് എടുക്കാം, അതിനകത്തേക്ക് 2 ml യൂറിൻ സാമ്പിൾ ഒഴിക്കാം, എന്നിട്ട് ചൂടാക്കാം. അപ്പം ഇങ്ങനെ ബ്രിക്ക് റെഡ് കളർ ആവുന്നുണ്ടെങ്കിൽ നമ്മളുടെ രക്തത്തിൽ കുറേ നമ്മുടെ യൂറിനിൽ കുറേ ഗ്ലൂക്കോസ് ഉണ്ട്, നമുക്ക് ഷുഗർ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ടെന്ന് അർത്ഥം. ബ്ലൂ കളർ ആണെങ്കിൽ നമുക്ക് ഷുഗർ ഇല്ല എന്നർത്ഥം. കാരണം സാധാരണ യൂറിനിൽ ഗ്ലൂക്കോസ് കാണൂല, കാരണം ഗ്ലൂക്കോസ് ഒക്കെ റീഅബ്സോർബ് ചെയ്യും. പക്ഷെ നമുക്ക് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൽ അമിതമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടെന്നാണ് അർത്ഥം. അത് യൂറിനിലൂടെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതാ കുറച്ച് അസുഖങ്ങൾ ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. നെഫ്രൈറ്റിസും കിഡ്നി സ്റ്റോണും യൂറീമിയയും അതിൻ്റെ റീസണും സിംറ്റംസും കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതാണ്. കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഈ കാൽഷ്യം ക്രിസ്റ്റൽസിൻ്റെ ഓക്സലേറ്റ് ക്രിസ്റ്റൽസിൽ അടിഞ്ഞുകൂടി മൈക്രോ സ്റ്റോൺ ആക്കി മാറുന്നതാണ്. യൂറീമിയ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഇൻഫെക്ഷനോ നെഫ്രൈറ്റിസോ ഒക്കെ കാരണം കിഡ്നി ഡാമേജ് ആവുന്നതാണ്. ഓക്കെ, അങ്ങനെ കിഡ്നി ഡാമേജ് ആയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഹീമോഡയാലിസിസ് ആണ്. അതായത് കിഡ്നിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ബ്ലഡിലുള്ള യൂറിയ വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ കിഡ്നി ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള യൂറിയനെ നമുക്ക് പുറത്ത് കളയാൻ പറ്റൂല. അപ്പം നമ്മളൊരു മെഷീൻ്റെ സഹായത്തോടു കൂടി ബ്ലഡിലുള്ള ഈ യൂറിയ കളയും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് എടുക്കും. ബ്ലഡ് എടുക്കുന്ന സമയത്ത് പ്രഷറൊക്കെ നമ്മൾ കറക്റ്റ് ആണോ എന്ന് നോക്കും. അതുപോലെ അതിനകത്ത് നമ്മൾ ഹെപ്പാരിൻ എന്ന് പറയുന്ന രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു കെമിക്കൽ ആഡ് ചെയ്ത് ഈ മെഷീനിലൂടെ കടത്തിവിടും. ഈ മെഷീനിലുള്ള ട്യൂബുകൾ എന്ന് പറഞ്ഞാൽ ഒരു സെമി പെർമേബിൾ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ഈ ബ്ലഡ് പോകുന്ന സമയത്ത് ഇതിനകത്തുള്ള യൂറിയ പുറത്തേക്ക് വരും. പുറത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ട്യൂബ്, നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം മിസ്. ഇങ്ങനെ ഒരു ട്യൂബാണ്, ഒരു മെഷീൻ. ഈ മെഷീൻ്റെ അകത്ത് കുറേ ട്യൂബ് ഉണ്ട്, ഇവിടെ കുറേ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് നമ്മുടെ ബ്ലഡിലുള്ള അതേ കോമ്പോസിഷൻ ആണ്, പക്ഷേ ഇവിടെ യൂറിയ ഇല്ല. പക്ഷേ ഈ ട്യൂബിലൂടെ പോകുന്ന നമ്മുടെ ബ്ലഡിൽ യൂറിയ ഉണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തൊരു സോൾട്ട് കൂടുതലാണെങ്കിൽ അതില്ലാത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ യൂറിയ നേരെ ഈ ഫ്ലൂയിഡിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ ബ്ലഡ് ക്ലീൻ ആകും. അങ്ങനെ ക്ലീൻ ആയ ബ്ലഡ് തിരികെ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ നമ്മൾ കയറ്റിവിടും. അതാണ് ഈ 3 സ്റ്റേജ്. അങ്ങനെ കയറ്റിവിടുന്ന സമയത്ത് നമ്മൾ ആൻറ്റി ഹെപ്പാരിൻ, രക്തം കട്ട പിടിക്കാതിരിക്കാൻ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് ഹെപ്പാരിന് പകരം തിരിച്ച് കയറ്റി വിടുമ്പോൾ ആൻറ്റി ഹെപ്പാരിൻ. ഇനി കട്ട പിടിച്ചാലും കുഴപ്പമില്ല, കാരണം ശരീരത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഒരു മുറിവ് വന്നാൽ പോലും രക്തം കട്ട പിടിക്കാതെയാവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഒരു വഴിയുമില്ല, അവസാനം നമ്മൾ ഡേഞ്ചറിലാണ്. നമ്മുടെ 2 കിഡ്നി അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കിഡ്നി മാറ്റി വെക്കണം. അങ്ങനെ കിഡ്നി മാറ്റി വെക്കുമ്പോൾ ഡാമേജ് ആയ കിഡ്നീനെ നമ്മൾ എടുത്ത് മാറ്റൊന്നുമില്ല, അവിടെ തന്നെ വെക്കും. പുതിയ കിഡ്നി ഇവിടെ ചേർക്കുകയാണ് ചെയ്യുക. അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ആദ്യം ഒരു ഡോണറെ കണ്ടുപിടിക്കണം. നമുക്ക് കിഡ്നി തരാൻ തയ്യാറായിട്ടുള്ള ഒരാൾ, ഒന്നെങ്കിൽ അയാൾ സമ്മതത്തോടെ തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആക്സിഡൻറ്റിലൊക്കെ മരിച്ച ആളുടെ കിഡ്നി നമുക്ക് വെക്കാം. പിന്നെ നമ്മുടെ പ്രിപ്പറേഷൻ, നമ്മുടെ ബ്ലഡ് മാച്ച് ആണോ ടിഷ്യൂ മാച്ചിങ് ആണോ എന്നൊക്കെ നോക്കും. പിന്നെ നമ്മൾ സർജറി വഴി, സർജറി എന്ന് പറഞ്ഞാൽ ഈ ഒരു കിഡ്നിയുടെ ഇവിടേക്ക് ആർട്ടറിയും ഈ ഒരു റീനൽ വെയിനും കണക്ട് ചെയ്യാം, യൂറിനറി ബ്ലാഡറുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് സർജറി. പിന്നെ പോസ്റ്റ് സർജറി കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം
നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പുതിയ ഓർഗൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിജക്ഷൻ ഒഴിവാക്കാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ നമ്മൾ സപ്രസ് ചെയ്യും. അതിനുവേണ്ടി ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് ഒക്കെ എടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറൊക്കെ കണ്ട് മെഡിക്കേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. പിന്നെ മറ്റ് ജീവികളിലുള്ള എങ്ങനെയാണ് അവർ എലിമിനേറ്റ് ചെയ്യുക? അപ്പോൾ അമീബയിലാണെങ്കിൽ കോൺട്രാക്ടൈൽ വാക്യൂൾ, എർത്ത് വാമിലാണെങ്കിൽ നെഫ്രീഡിയ, ഇൻസെക്റ്റിലാണെങ്കിൽ മാൽപീജിയൻ ട്യൂബ്യൂൾ, ഫിഷിലാണെങ്കിൽ ഗിൽസ്, ഫ്രോഗിനും റെപ്റ്റൈൽസിനും ബേർഡ്സിനൊക്കെ ആണെങ്കിൽ കിഡ്നി. ഒക്കെ അവരുടെ പ്രൊഡക്റ്റും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റൊമാറ്റോയിലൂടെയാണ് എക്സസ് ഉള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സോൾട്ടൊക്കെ കളയാം. ആൻഡ് ഹൈഡത്തോട് എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ ടിപ്പിലുള്ള മൈന്യൂട്ട് ഓപ്പണിംഗ് ആണ്, അതിലൂടെ വാട്ടറും സോൾട്ടും കളയാറുണ്ട്. പിന്നെ സോളിഡ് വേസ്റ്റ് ആയിട്ടുള്ള റെസിൻസും ഗംസും ഒക്കെ അതേപോലെ തന്നെ നമ്മുടെ പുറന്തൊലിയിലൂടെ പിന്നെ മെച്ചുറിങ് ലീവ്സിലൂടെ ഫോളിങ് ലീവ്സിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഹാർട്ട് വുഡ് ഫോം ചെയ്ത് വെച്ചിട്ട്, ഹാർട്ട് വുഡ് എന്ന് പറഞ്ഞാൽ ഈ തടിയുടെ സെൻറ്ററിലുള്ള ഭാഗത്തേക്ക് വേസ്റ്റ് സ്റ്റോർ ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് സോളിഡ് വേസ്റ്റ് കളയാം. ഓക്കെ, സോ ഇതേ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻറ്റേർണൽ ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടോ കൂടാനോ കുറയാനോ പാടില്ലാതെ നമ്മുടെ ബോഡിയിലെ കണ്ടീഷൻസ് എപ്പോഴും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് നമുക്കിതാ നമ്മുടെ ലിവർ അമോണിയനെ മാറ്റി യൂറിയ ആക്കി തരുന്നുണ്ട്, കിഡ്നി യൂറിയനെ റിമൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളയുന്നുണ്ട്, പിന്നെ നമ്മുടെ സെല്ലിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ കടത്തിവിട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ലാസ്റ്റത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. സോ നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷൻ കിട്ടി, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.